ഹലോ ഫ്രണ്ട്സ്, ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ് ഈ മുട്ടുവേദന, എല്ല് തേയ്മാനം, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ. എങ്ങനെയാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് വരാതെ സംരക്ഷിക്കാൻ നമ്മുടെ മുട്ടിനെയും നമ്മുടെ എല്ലിനെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നല്ല കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. സോ കാൽഷ്യം റിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ റാഗി, പാല്, മീൻ എന്നിവയെല്ലാം നന്നായിട്ട് കഴിക്കാവുന്നതുണ്ട്. സോ ഓൾ ദീസ് ആർ റിച്ച് ഇൻ കാൽഷ്യം. നമ്പർ 2, വൈറ്റമിൻ ഡി. ആവശ്യത്തിന് നമ്മൾ വെയിൽ കൊള്ളേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഈ ലിവർ, കോഡ് ലിവർ ഓയിൽ പോലത്തെ സാധനങ്ങൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മോക്കിംഗ്, ആൽക്കഹോൾ, എക്സസ് കഫീൻ. ഈ 3 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം. സ്മോക്കിംഗ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുക, കാപ്പി കുടിക്കുക എന്ന് പറയുന്ന ശീലങ്ങളുള്ളവർ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെഗുലർ എക്സസൈസസ്. അതെന്ത് രീതിയിലും, നടത്തമായാലും സ്വിമ്മിങ് ആയാലും യോഗ ആയാലും ഡാൻസിങ് ആയാലും എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു എക്സസൈസ് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ് ഒരു 40 വയസ്സാകുമ്പോഴേക്കും നമ്മൾ സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലത്തേക്ക് ആ മസിൽസ് നമ്മുടെ ബോണിൻ്റെ എല്ലിനെ സ്ട്രോങ് ആക്കി തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ അത്രയും ഉള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ കാര്യമായ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. പ്രത്യേകിച്ച് ഈ നമ്മൾ പുറം രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ, ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള വീട്ടമ്മമാർക്കൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മളാരും ഒരു റെഗുലർ എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്ട്രുമെൻറ്റ്, എക്സസൈസ് ചെയ്യാനുള്ള പലതരം ഇൻസ്ട്രുമെൻറ്റ്സും അവൈലബിൾ ആണ്. എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു എക്സസൈസ് എന്നും ചെയ്തുകൊണ്ടിരിക്കുക. പ്രോപ്പറായിട്ട് വെയിറ്റ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വെയിറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ബാലൻസ് നോക്കിയിട്ട് അതിൽ എക്സസ് ആയിട്ടുള്ള വെയിറ്റ് ആണെങ്കിൽ അത് കുറച്ച് റെഗുലർ എക്സസൈസും പ്രോപ്പർ വെയിറ്റ് മാനേജ്മെൻറ്റും നടത്തി ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഫോളോ ചെയ്ത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് നീക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.